അപ്പൊ ഡൽഹി വല്ലാതെ ഈ മലിനീകരണം ഇപ്പം നേരിടുന്നപ്പോൾ ഇത് അരവല്ലിയിൽ കയറി പിടിക്കാം എന്ന് വിചാരിച്ചതാകാം. അതല്ല ഇനി BJP അദ്ദേഹം പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാതെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അതെ, മാധ്യമ ഉടമകൾ സാധാരണ ഈ എസ്റ്റാബ്ലിഷ്മെന്റിന് ഭരണകൂടത്തിനെതിരാകുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. അവർക്ക് കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാവും. അദ്ദേഹം ഇപ്പൊ സ്വന്തം നിലയ്ക്ക് മുതലാളിയാണ്. അപ്പൊ കച്ചവട താല്പര്യങ്ങൾക്ക് നിരക്കാത്ത ഒരു കച്ചവട താല്പര്യം മുന്നോട്ട് വെച്ചപ്പോൾ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞതിൻ്റെ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദശകങ്ങളായി ഖനനം നടക്കുന്നുണ്ട് അരവല്ലി ഭാഗത്തൊക്കെ. അത് ജൈവ വൈവിധ്യത്തിന്, ഈ എയർ ക്വാളിറ്റിയെ, ജലലഭ്യതയൊക്കെ ബാധിക്കുന്നതാണ് ഈ പരിസ്ഥിതിവാദികൾ പറയുന്നത്. അരവല്ലി ബച്ചാവോ എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ, സംഘടന. അവർ പറയുന്നത് ഈ NCRും നാഷണൽ ക്യാപിറ്റൽ റീജിയണും പഞ്ചാബും ജീവിക്കാൻ കൊള്ളാതാകും അരവല്ലിയിൽ ഖനനത്തിന് അരവല്ലി മലനിരകൾ തുറന്നു കൊടുത്താൽ എന്നാണ്. ഈ കാര്യത്തിൽ ആരാണ് ഈ അർണബ് ഗോസ്വാമിയുടെ കൂടെ നിൽക്കുന്നത്? ഇപ്പോൾ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, പിന്നെ സേവ് അരവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങേരും ഉണ്ട്. ഈ അഖിലേഷ് യാദവ് പറയുന്നത് ഈ പുനർനിർവചനം മലയുടെ 90% അരവല്ലി മലനിരയെ നശിപ്പിക്കും. ഈ അഖിലേഷ് യാദവിനും അശോക് ഗെഹ്ലോട്ടിനും ഉള്ളത് അർണബ് ഗോസ്വാമിയുടെ തന്നെ ലക്ഷ്യമാകണമെന്നില്ലല്ലോ. BJPക്കെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യമേ അവർക്ക്, ആ പരിമിതമായ ലക്ഷ്യമേ അവർക്കുള്ളൂ. പക്ഷെ അവരുടെ കൂട്ടത്തിലാണിപ്പോൾ അർണബ് ഗോസ്വാമി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.